സ്വാമി, ഈ കുണ്ടലിനി യോഗത്തിൽ ആ ഓരോ ആചാര്യന്മാർ ഓരോ രീതിയിലാണ് അതിൻ്റെ ബ്രീത്തിൻ്റെ കാര്യം പറയുന്നത്. ചില ആചാര്യന്മാർ പറയുന്നത് നിങ്ങൾക്ക് കുണ്ടലിനി റൈസിങ് ഉണ്ടാവണമെങ്കിൽ സൂര്യഭേദി ആണ് ചെയ്യേണ്ടത്. റൈറ്റ് എടുത്ത് ലെഫ്റ്റിൽ വിട്ടുകൊണ്ടേയിരിക്കണം. ചില ആചാര്യന്മാർ പറയണു തിരിച്ച്, അതല്ല വേണ്ട, ചന്ദ്രഭേദിയാണ്. നിങ്ങൾ ലെഫ്റ്റ് എടുത്തിട്ട് റൈറ്റ് വിട്ടുകൊണ്ടേയിരിക്കണം. അല്ലാതെ അൾട്ടർനേറ്റീവ് നോസ്ട്രൽ ബ്രീത്തിങ് ഒന്നും വേണമെന്നില്ല. ലെഫ്റ്റ് എടുത്ത് റൈറ്റിൽ വിട്ടുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ചില ആചാര്യന്മാർ പറയുന്നത്. അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ട്. ഇതിൽ ഏതാണ്? കൺഫ്യൂഷൻ ഒന്നുമില്ല, ഇത് ക്ലിയറാണ്. അത് ഞാൻ പറയാം. കുണ്ടലിനി വന്ന് അനങ്ങിയാൽ കുണ്ടലിനി റൈസ് ചെയ്യാൻ തുടങ്ങുന്നു. കുണ്ടലിനി റൈസ് ചെയ്യാൻ തുടങ്ങിയാൽ അത് ആദ്യം മൂലാധാരം എന്ന് പറഞ്ഞാൽ മൂലാധാരത്തിൽ തിരിക്കുമ്പോൾ അതിൻ്റെ പേര് സൂര്യമണ്ഡലം. എന്തോന്ന്, ഈ മണ്ഡലത്തെയും കൂടെ കണക്കിലെടുക്കണം. ഒരുപാട് പേര് ഈ മണ്ഡലത്തെ കണക്കെടുക്കാത്തത് കൊണ്ടാണ് ഈ കൺഫ്യൂഷൻ ഞങ്ങൾക്കൊക്കെ വന്നത്. സൂര്യമണ്ഡലത്തിൽ നിന്ന് കാരണം, ഇപ്പോൾ സൂര്യമണ്ഡലം എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ മൂലാധാരം സ്വാധിഷ്ഠാനം വരെ, കാല് വരെ അതിൻ്റെ എനർജി ഫീൽഡ്, അതിൽ നിന്ന് തിരിക്കുന്ന ഈ കുണ്ടലിനി അപ്പോൾ ഹീറ്റ് ഉണ്ടാവും. എന്തോന്ന്, ഹീറ്റ്. സൂര്യമണ്ഡലത്തിൽ ഹീറ്റ് ഉണ്ടല്ലോ. ആക്ച്വലി സൂര്യമണ്ഡലത്തിൽ അഗ്നിയും ഹീറ്റും ഉണ്ട്. എന്തെന്നാൽ അഗ്നി എന്ന് വെച്ചാൽ എർത്തിൻ്റെ അംശം അഗ്നി, അതിൻ്റെ കൂടെ ഇപ്പോൾ സൂര്യനുണ്ടാവും. അത് ഭാര്യ ഭർത്താവ് എന്നാണ് പറയുന്നത് തിരുമന്ത്രത്തിൽ. എന്തോന്ന്, ഭാര്യ ഭർത്താവ്. 6 ഭാര്യ 6 ഭർത്താവ്. അഗ്നി ഒന്ന് ഭാര്യ 10 കല, സൂര്യൻ വന്ന് ഭർത്താവ് 12 കല. ആക്ച്വലി ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ ഡോമിനേറ്റിംഗ് ഫോഴ്സ്, ഇത് വന്ന് വൈഫ് എന്ന് പറഞ്ഞാൽ ഇത് സബാർഡിനേറ്റീവ്. அதை വെച്ചാണ് പറയുന്നത്. അത് മാത്രമല്ല അതിൻ്റെ ക്യാരക്ടറും അതുമാതിരി ഇരിക്കും. അപ്പോൾ അത് വന്ന് അവിടെ സൂര്യകല. അപ്പോൾ സൂര്യകലയിൽ നിന്ന് ഈ നിങ്ങളുടെ കുണ്ടലിനി റൈസ് ആകണമെങ്കിൽ അത് റാക്കറ്റ് ലാഞ്ചിങ് പാഡ്, അങ്ങനല്ലേ? റാക്കറ്റിൽ തന്നെ ഇപ്പോൾ നമ്മൾ ഇവിടെ ISR റാക്കറ്റിൽ ഞാൻ അവിടെ കുറച്ച് കാലം ജോലി ചെയ്തു. അവിടെ ഇപ്പോൾ ടെലിഫോൺ എക്സ്ചേഞ്ച് അവരുടെ സ്വന്തമായി, നേരത്തെ BSNL. അപ്പോൾ ഞങ്ങളെ ഡെപ്യൂട്ടേഷൻ അവിടെ. അപ്പോൾ എന്ന് വെച്ചാൽ ലാഞ്ചിങ് പാഡ് ഉണ്ടല്ലോ. അപ്പോൾ ലാഞ്ചിങ് പാഡ് ഒന്ന് മൂലാധാരത്തിലേ ഇരിക്കുന്നത്. അപ്പോൾ ലാഞ്ച് ചെയ്യുമ്പോൾ അഗ്നിമണ്ഡലം, സൂര്യമണ്ഡലം, സൂര്യത്തിൽ. അപ്പോൾ അതിനെ സൂര്യഭേദ ചെയ്താൽ തന്നെ റൈറ്റ് സ്റ്റാർട്ടിങ്ങിൽ, അപ്പോൾ സൂര്യഭേദ ചെയ്താൽ തന്നെ അത് ലിഫ്റ്റ് ആവും. എന്തോന്ന്, സൂര്യഭേദ ചെയ്താൽ ലിഫ്റ്റായി അത് ഒന്ന് സ്വാധിഷ്ഠാനം ക്രാസ് ചെയ്യുന്നു. സ്വാധിഷ്ഠാനം ക്രാസ് ചെയ്യുന്ന സ്വാധിഷ്ഠാനത്തിൽ നിന്ന് വിശുദ്ധി വരെ എന്തോന്ന് അഗ്നിമണ്ഡലം. എന്തോന്ന് അഗ്നിമണ്ഡലം. അവിടെയും വന്ന് ഇതാണ് നിറയെ പേർക്ക് ഈ സീക്രട്ട് തിരുമന്ത്രമാണ്. അഗ്നിയുള്ള ഇടത്ത് സൂര്യൻ ഉണ്ടാവും, സൂര്യനുള്ള ഇടത്ത് അഗ്നി ഉണ്ടാവും. ഇപ്പം നിങ്ങൾ മണിപ്പൂരത്തിൻ്റെ എലമെൻ്റ് എന്തോന്ന്, അഗ്നി. അപ്പോൾ സൂര്യൻ കൂടെ ഉണ്ട്. അപ്പോൾ അതല്ലേ നിങ്ങളത് സോളാർ പ്ലക്സസ് എന്ന് പറയുന്നത്. ഇപ്പോൾ മനസ്സിലായോ? മണ്ഡലം ഏരിയ അഗ്നിക്കുള്ളൂ, പറയുന്നത് സോളാർ ഹസ്ബൻഡിൻ്റെ പേരെ വെച്ച്. മനസ്സിലായില്ലേ? അതേമാതിരി ഇത് വന്ന് താഴത്തെ അഗ്നി പറയുന്നത് എന്തോന്ന്, അത് സൂര്യമണ്ഡലം, അത് സോളാറല്ലേ. അപ്പോൾ സോളാർ മണ്ഡലം ക്രാസ് ആണെങ്കിൽ സൂര്യഭേദ പ്രാണായാമം. ഇതാണ് എൻ്റെ ഫൈൻഡിങ്ങാണിത്. അത് എനിക്ക് ഈ നിങ്ങൾ പറഞ്ഞ ഡൗട്ട് ക്ലിയർ ആയത് എങ്ങനെ, തിരുമന്ത്രത്തിലാണ് ഇത് ക്ലിയർ ആയിരിക്കുന്നത്. നമുക്ക് അതും രണ്ടും അഗ്നി ഇതിൻ്റെ ഇതാണ്. അഗ്നി പ്ലസ് സൂര്യൻ മൂലാധാരത്തിൽ, അതിൽ തന്നെ ഇത് അഗ്നി. അപ്പോൾ സൂര്യഭേദ ഇതുവരെ ആവശ്യം, വിശുദ്ധി എത്തുന്നവരെ സൂര്യഭേദ ആവശ്യം. ഇപ്പോൾ മനസ്സിലായ, വിശുദ്ധി എത്തുന്നവരെ സൂര്യഭേദ ആവശ്യം. അപ്പോൾ അതിൻ്റെ ശേഷം നിങ്ങൾ അതിനെ ലിഫ്റ്റ് ചെയ്യുന്ന ഇടകല. ഇപ്പോൾ മനസ്സിലായ, അപ്പോൾ ചന്ദ്രഭേദ. ഇപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ എന്ന് വെച്ചാൽ ഈ അഗ്നിമണ്ഡലത്തിൽ കയറുന്നവരെ നിങ്ങളുടെ ദേഹത്തും ഹീറ്റ് ഉണ്ടാവും. എന്തോന്ന്, നിങ്ങളുടെ ദേഹത്ത് എനോർമസ് ഹീറ്റ് ഉണ്ടാവും. എന്തോന്ന്, അപ്പോൾ ഈ ഹീറ്റ് ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും നിങ്ങൾ? അപ്പോഴാണ് ഈ കസ്തൂരി, മഞ്ഞൾ, വെട്ടിവേര്, ഇതൊക്കെ സ്നാൻ പൗഡർ വാങ്ങിച്ച് വച്ചിരിക്കണം. സ്നാൻ പൗഡർ ഈ ആയുർവേദയിൽ തേച്ച് കുളിക്കാൻ വേണ്ടി കസ്തൂരി, മഞ്ഞൾ ഇതൊക്കെ ചെയ്ത് അത് വാങ്ങിച്ച് വെച്ചോളാം. യോഗികൾ പെട്ടെന്ന് ചിലപ്പോൾ ഹീറ്റ് അറിയാം, അത് തേച്ചാൽ കുറച്ച് ലിഫ്റ്റ്. പിന്നെ കഴുത്തിൻ്റെ മേലെ പോകുമ്പം കുണ്ടലിനി തന്നെ കൂൾ ഡൗൺ ആവും. എന്തോന്ന്, അപ്പോൾ അവിടെ ഹീറ്റ് ഇല്ല, ചന്ദ്രൻ്റെ ഏരിയ. അപ്പോൾ കൂൾ എനർജി. അപ്പോൾ ചന്ദ്രനെ കൂടെ കണക്റ്റായിട്ടുള്ള ഇടകല. അപ്പോൾ ഇടകലയോടെ കണക്റ്റായിട്ടുള്ള ബ്രീത്തിങ് എന്തോന്ന്, ലെഫ്റ്റ് നോസ്ട്രിൽ ബ്രീത്തിങ്. അപ്പോൾ എന്ത് ചെയ്യണം, ഇന്ത്യയിൽ റൈറ്റ് എക്സേൽ. ഇപ്പോൾ മനസ്സിലായ, കുണ്ടലിനി വിശുദ്ധി ക്രാസ് ആകുന്നത് വരെ ഇത് തിരുമന്ത്രത്തിലാണ് ഉള്ളത്. മറ്റേതിൽ നിങ്ങൾ ട്രേസ് ചെയ്താൽ കിട്ടും. ഞാൻ ഇപ്പോൾ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്, കുണ്ടലിനി യോഗ സീക്രട്സ്. അതിൽ ഇതുവരെ എല്ലാം പറഞ്ഞിട്ട് എല്ലാം 5 സ്റ്റാർ റേറ്റിംഗ് ആണ് ആ ബുക്ക്. ഇപ്പോൾ
ഒരുപാട് പേര് പഠിക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് സിദ്ധയിലാണ് ഉള്ളത്. അപ്പോൾ ഇത് ഇൻ്റർനാഷണൽ ആദേശമൊക്കെ തമിഴിലുള്ളത് അക്സസ് ചെയ്യാൻ പറ്റാതെ കൊണ്ട് അവർ ഈ പോയിൻ്റ് ഒന്നും പറയുന്നില്ല. അതൊക്കെ ഞാൻ ഈ ബുക്കിൽ പറയുന്നത് കൊണ്ടാണ് ആ ബുക്ക് ബെസ്റ്റ് സെല്ലറായിട്ട് മാറി. കുണ്ടലിനി യോഗ സീക്രട്സ് കിൻഡിലിൽ ഞാൻ പബ്ലിഷ് ചെയ്ത ബെസ്റ്റ് സെല്ലറായിട്ട്. അപ്പോൾ എന്തെന്ന് വെച്ചാൽ അതിൻ്റെ ശേഷം ചന്ദ്രമണ്ഡലത്തിൽ കൂൾ ഡൗൺ ആവുന്നത്. അപ്പോൾ എന്തെന്ന് അവിടെ ഏരിയ വന്ന് ചന്ദ്രൻ കണക്റ്റഡ് ടു ഇടകല കണക്റ്റഡ് ടു ബെസ്റ്റ്. ഇതാണ് ഇടകല എന്ന് പറഞ്ഞാൽ ഈ നാസ്റ്റിൽ വേറെ നാഡി ചാനൽ വന്നാണ് അത് അകത്തിരിക്കുന്നത്. അതിൻ്റെ ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ലെഫ്റ്റ് നാസ്റ്റിൽ ബ്രീത്തിങ് വേറെ, ഇടകല വേറെ. ലെഫ്റ്റ് നാസ്റ്റിൽ ബ്രീത്തിങ് സ്റ്റാർട്ട്സ് വിത്ത് ടിപ്പ് ആൻഡ് എൻഡ്സ് വിത്ത് ലങ്സ്. മറ്റേത് നിങ്ങളുടെ നാഡി ചാനൽ ആസ്ട്രൽ ബോഡിയിലല്ലേ ഇരിക്കുന്നത്. നാഡീസ് ആർ ഇൻ ദി ആസ്ട്രൽ ബോഡി. അത് ആദ്യം മനസ്സിലാക്കണം. അതാണ് സ്ഥൂല പ്രാണായാമം സൂക്ഷ്മ പ്രാണായം എന്ന് പറയുന്നത്. നിങ്ങൾ വന്ന് ഈ സ്ഥൂല പ്രാണായാമം ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് നിങ്ങൾക്ക് കോൺഷ്യസ് ഇത് ചെയ്യുന്നത് ഒരു സിമ്പത്തറ്റിക് ഇതിൽ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ നോക്കും. നാഡിയെ കൺട്രോൾ ചെയ്യാൻ നോക്കുമല്ലോ, ആസ്ട്രൽ ബോഡിയിലല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ആസ്ട്രൽ ബോഡി മാത്രമല്ല, നിങ്ങൾക്ക് മറ്റേ ദശവായുവും ഇതിൽ കണക്റ്റഡ് ആണ്. അപ്പോൾ ആക്ച്വൽ പ്രാണായാമ ഹാപ്പൻസ് ആൻഡ് ആക്ച്വൽ കുണ്ടലിനി റൈസിങ് ആൾസോ ഹാപ്പൻസ് ഇൻ യുവർ ആസ്ട്രൽ ബോഡി. അപ്പോൾ ആക്ച്വൽ കുണ്ടലിനി റൈസിങ് നിങ്ങളുടെ ആസ്ട്രൽ ബോഡിയിലാണ് നടക്കുന്നത്. അത് ഫിസിക്കൽ ബോഡിയിലും എക്സ്പീരിയൻസ് ആവും. അതിന് ധനഞ്ജയൻ എന്നുള്ള വായുവാണ് അതിന് കാരണം. അപ്പോൾ ഇത് എന്തെന്ന് വെച്ചാൽ ഇങ്ങനെ റൈസ് ആവുന്നു. അപ്പോൾ ഇടകല ബ്രീത്തിങ് ചെയ്യണം. അപ്പോൾ തന്നെ കംപ്ലീറ്റ് ആവും. നിങ്ങൾ അതിൻ്റെ ശേഷം നിങ്ങൾ അറിയാതെ ഏതോ ഒരു ആചാര്യൻ ഇപ്പോൾ പറഞ്ഞല്ലേ, ഇപ്പോൾ ഒരുപാട് ആചാര്യങ്ങളിലെ ബുക്ക് ഇപ്പോൾ ആദറും കൺഫ്യൂസ് ചെയ്യുന്നുണ്ട്. ആചാര്യന്മാർ എഴുതുന്നതിൽ കൺഫ്യൂസ് അല്ല.